ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോകത്തെ ഏറ്റവും ഭീതിജനകമായ വീടുകളിൽ ഒന്നായി ഓസ്ട്രേലിയയിലെ മോണ്ടെക്രിസ്റ്റോ ഹോംസ്റ്റെഡ് അറിയപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു സാധാരണമായ കൊളോണിയൽ മാൻഷൻ പോലെ തോന്നുന്ന പക്ഷേ കഥകളുടെയും രഹസ്യങ്ങളുടെയും കുടിലായ വീട്ടിലേക്കാണ്. ഇവിടെ നടന്ന കൊലപാതകങ്ങൾ, ദുരൂഹ മരണങ്ങൾ, പീഡനങ്ങൾ, ആത്മാക്കളുടെ നിലവിളികൾ എല്ലാം കൂടി മനുഷ്യ മനസ്സിനും മനഃശാസ്ത്രത്തിനും വെല്ലുവിളി ഉയർത്തുന്ന കഥകളാണ്. ചോദ്യമുണ്ട്, ഒരു വീടിന് എന്തുകൊണ്ട് ഓസ്ട്രേലിയയുടെ ഏറ്റവും ഹോണ്ടഡ് ഹൗസ് എന്ന പേരു കിട്ടി? ഇന്ന് നമ്മൾ കേൾക്കുന്നത് ചരിത്രവും ദുരൂഹതയും ആത്മാക്കളുടെയും കഥകളാണ്. 1885 ക്രിസ്റ്റഫർ വില്യം ക്രൗളെ എന്ന സമ്പന്നനായ വ്യക്തിയാണ് മോണ്ടെക്രിസ്റ്റോ ഹോംസ്റ്റെഡ് നിർമ്മിച്ചത്. ക്രൗളെയുടെ കുടുംബം വളരെ കർശനമായ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. വീടിന്റെ ചുറ്റും വലിയ ഭൂമി, കുതിരപ്പന്തയം, കർഷകരുടെ താമസ സ്ഥലങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ക്രൗളെയുടെ കുടുംബം പുറത്തേക്കുള്ളവർക്ക് വളരെ കരുണ കാണിച്ചെങ്കിലും വീടിനുള്ളിൽ അത്യന്തം കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചിരുന്നു. ക്രിസ്റ്റഫർ ക്രൗളെ 1910 ന്യൂമോണിയ ബാധിച്ചാണ് മരിച്ചത്. എലിസബത്ത് ക്രൗളെ ക്രിസ്റ്റഫർ ക്രൗളെയുടെ ഭാര്യയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം വീടിനുള്ളിൽ മുഴുവൻ സമയം ചിലവഴിച്ച് പുറത്തുള്ള ലോകത്തെ വിട്ടുമാറി അവർ ജീവിച്ചു. അവർ വിശുദ്ധിയിലും പ്രാർത്ഥനയിലും മുഴുകി. പക്ഷേ വീട്ടിലെ സേവകരോട് അത്യന്തം കഠിനമായ പെരുമാറ്റമായിരുന്നു അവളുടേത്. എലിസബത്ത് ക്രൗളെയുടെ ആത്മാവ് ഇന്നും കരിമ്പട്ടിയും ക്രൂസിഫിക്സ് പിടിച്ചും വീടിനുള്ളിൽ കാണപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു. പല സന്ദർശകരും അവളുടെ കോൾഡ് പ്രസൻസ് അനുഭവിച്ചതായി പറയുന്നു. ഒരു വീട്ടുജോലിക്കാരി മുകളിലെ ബാൽക്കണിയിൽ നിന്ന് വീണു മരിച്ചു. ചിലർ പറയുന്നു അവൾ തല്ലി കൊല്ലപ്പെട്ടതാണെന്ന്. സ്ഥിരം തൊഴിലാളി സ്റ്റേബിളിൽ ജോലി ചെയ്യുന്നതിനിടെ ചങ്ങല കൊണ്ട് അടിച്ചു കൊന്നു. ഒരു സ്റ്റേബിൾ ബോയ് 10 വയസ്സുകാരനായ ബാലൻ സ്റ്റേബിളിൽ തീ വെച്ച് കൊല്ലപ്പെട്ടു. അവന്റെ നിലവിളി ഇന്നും സ്റ്റേബിളിൽ കേൾക്കാമെന്ന് നാട്ടുകാർ പറയുന്നു. ഹൗസ് കീപ്പേഴ്സ് ചൈൽഡ് ഒരു കുഞ്ഞിനെ എലിസബത്ത് ക്രൗളെ വളർത്താൻ വിസമ്മതിച്ചു. അവനെ നെഗ്ലക്റ്റഡ് ആയി വിടുകയും മരണത്തിനിടയാക്കുകയും ചെയ്തു. കരിമ്പട്ടി അണിഞ്ഞ എലിസബത്ത് ക്രൗളെയുടെ ആത്മാവ്, സ്റ്റേബിൾ ബോയിയുടെ കരച്ചിൽ, ബാൽക്കണിയിൽ നിന്ന് വീണ മെയ്ഡിന്റെ ആകൃതി, ഇവരുടെയെല്ലാം ആത്മാവ് ആ കുടിലിൽ അലയുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതറിയാൻ വേണ്ടി പാരാനോർമൽ ഇൻസിഡൻസ് അവിടെ മാർക്ക് ചെയ്യപ്പെടുന്നു. ലൈറ്റുകൾ പെട്ടെന്ന് ഓഫ് അല്ലെങ്കിൽ ഓൺ ആവുകയോ, കാറ്റില്ലാതെ വാതിൽ അടയുകയും, സന്ദർശകരെ തള്ളുന്ന അനാവശ്യ ശക്തി ഉണ്ടാവുകയും, വീടിനുള്ളിൽ ചില സ്ഥലങ്ങളിൽ എക്സ്ട്രീം കോൾഡ് സ്പോട്ട് അനുഭവപ്പെടുകയും ചെയ്തു. വിസിറ്റേഴ്സ് പറയുന്നത് ആരോ പിന്നിൽ നടക്കുന്നു എന്ന് തോന്നുന്നുണ്ടെന്നും ആരോ തൊടുന്നു എന്ന് തോന്നുന്നുണ്ടെന്നും ചിലർ സഫോക്കേറ്റിംഗ് ഫീലിംഗ് അനുഭവിച്ചതായും പറയുന്നു. 1961 ഒരു ലോക്കൽ കെയർ ടേക്കറായ ജാക്ക് സിംപ്സൺ കൊല്ലപ്പെടുകയും ഒരു ലോക്കൽ ബോയ് ക്രൈസ്റ്റ് ടോൾഡ് മീ ടു കിൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിനുള്ളിൽ കൊന്നുകളഞ്ഞു എന്നും പറയുന്നു. ഈ സംഭവം മോണ്ടെക്രിസ്റ്റോ ഹോംസ്റ്റെഡിനെ വീണ്ടും ഹോണ്ടഡ് പ്രസിദ്ധിയിലേക്ക് കൊണ്ടുപോയി. എലിസബത്ത് ക്രൗളെയുടെ ഷ്രൈൻ റൂം, അവിടെ അവൾ ദിവസവും മണിക്കൂറുകളോളം പ്രാർത്ഥന നടത്തിയിരുന്നതായി പറയുന്നു. ഇന്നും കാൻഡിലുകളുടെ മണം, ഇൻസെൻസിന്റെ സുഗന്ധം ചിലർ അനുഭവിച്ചിട്ടുണ്ട്. സെർവൻസ് ക്വാർട്ടേഴ്സ്, അവിടെ ജീവനക്കാരുടെ ആത്മാക്കൾ കുടുങ്ങി കഴിഞ്ഞിരിക്കാമെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. കേഴ്സ്ഡ് ഒബ്ജക്ട്സ്, വീടിനുള്ളിലെ ചില ഫർണിച്ചർ, പെയിന്റിംഗ്സ് എന്നിവിടങ്ങളിൽ പാരാനോർമൽ എനർജി കുടുങ്ങിയിരിക്കാമെന്ന് പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വീട്, അതിന്റെ മതിലുകൾക്കുള്ളിൽ നടന്ന ക്രൂരതകൾ, അനീതികൾ, മരണങ്ങൾ എല്ലാം ആത്മാക്കളായി ഇന്നും ജീവിക്കുന്നു എന്ന് കരുതാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മോണ്ടെക്രിസ്റ്റോ ഹോംസ്റ്റെഡ് ഇന്നും പാരാനോർമൽ റിസർച്ചേഴ്സ്, ചരിത്രകാരന്മാർ, കൗതുകക്കാർ ഇവരെയെല്ലാം ആകർഷിക്കുന്ന ഒരു ഹോണ്ടഡ് ഡെസ്റ്റിനേഷൻ ആണ്. പ്രശ്നം, ഈ വീട്ടിൽ നടന്ന കൊലപാതകങ്ങളും മരണങ്ങളും കേവലം ചരിത്രം മാത്രമാണോ? അല്ലെങ്കിൽ ഇന്നും അവിടെയുണ്ടോ ആത്മാക്കളുടെ കരച്ചിൽ, നിലവിളി, പ്രത്യക്ഷത? നിങ്ങൾക്കൊരവസരം കിട്ടിയാൽ ഒരു രാത്രി മോണ്ടെക്രിസ്റ്റോ ഹോംസ്റ്റെഡിൽ ചിലവഴിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കമന്റ് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.